നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പിന്നെയും പിളർപ്പ്. കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പിന് വഴിതെളിച്ച് ജോസഫ് ഗ്രൂപ്പ്. നിയമസഭയിൽ പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി PJ ജോസഫും സംഘവും മുഖ്യമന്ത്രിക്ക് മുന്നിൽ. മാണിയുമായി പുതിയ പിണക്കം സീറ്റ് തർക്കങ്ങളെ തുടർന്ന്. സീറ്റ് ചർച്ചകൾ ജോസഫ് വിഭാഗവുമായി നേരിട്ട് നടത്തണമെന്ന ആവശ്യം. ലയന സമയത്തുണ്ടാകിയ കരാർ നിബന്ധനകൾ പാലിക്കാൻ KM മാണിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടണം. അതിന് തയ്യാറല്ലെങ്കിൽ മുന്നണിയിലെ പ്രത്യേക കക്ഷിയായി കണക്കാക്കണമെന്നും PJ ജോസഫ്. അതേസമയം ഇടതുപാളയത്തിൽ കണ്ണുനട്ട് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ അസംതൃപ്ത വിഭാഗം. PJ ജോസഫ് ഇടുക്കിയിലും ഡോക്ടർ KC ജോസഫ് ചങ്ങനാശ്ശേരിയിലും ഇടതു സ്ഥാനാർത്ഥികളായേക്കുമെന്ന സൂചന. പാർട്ടി വിരുദ്ധർക്ക് PC ജോർജിന്റെ ഗതിയെന്ന് KM മാണി. മരണത്തിന്റെ ചിറകൊച്ച. നേപ്പാളിൽ കാണാതായ യാത്രാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഹിമാലയ നിരകളിൽ. അപകടത്തിൽ 23 യാത്രക്കാരും മരിച്ചതായി സംശയം. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹെലികോപ്റ്ററുകൾ നടത്തിയ നിരീക്ഷണ പറക്കലിൽ. അപകട കാരണം അവ്യക്തം. ദുരന്തത്തിനിരയായത് നേപ്പാളിലെ പൊഖാറയിൽ നിന്ന് ജോസമിലേക്ക് പുറപ്പെട്ട താര എയർലൈൻസിന്റെ വൈക്കിംഗ് വിമാനം. പറന്നു പൊങ്ങി 10 മിനിറ്റിനു ശേഷം വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. വിമാനം തകർന്നു വീണത് മ്യാഗ്ദി ജില്ലയിലെ ഡാണ മേഖലയിൽ. 20 യാത്രക്കാരും 3 ജീവനക്കാരുമായി പുറപ്പെട്ട വിമാനത്തിന് യന്ത്ര തകരാറുകൾ ഇല്ലായിരുന്നു എന്ന് താര എയർലൈൻസ്. അപകടത്തിൽ നേപ്പാൾ വ്യോമ മന്ത്രാലയം അന്വേഷണം തുടങ്ങി. ആര്യാടനെ വിടാതെ സരിത. മന്ത്രി ആര്യാടനെതിരെ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും സോളാർ നായിക. മന്ത്രിയുടെ PA കേശവൻ ആവശ്യപ്പെട്ടത് 75 ലക്ഷം രൂപ. ആദ്യപടിയായി നൽകിയത് 25 ലക്ഷം. പിന്നീട് 15 ലക്ഷം കോട്ടയത്ത് വെച്ച് നൽകിയെന്നും സോളാർ കമ്മീഷനിൽ സരിത S. നായർ. ആര്യാടന്റെ ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൽ വച്ചാണ് 25 ലക്ഷം നൽകിയത്. ഇടപാടിന് സാക്ഷികളായത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ കൃഷ്ണനും ഉമ്മറും. കോട്ടയത്ത് വച്ച് പണം കൈമാറിയത് ടീം സോളാർ ജീവനക്കാർ വഴി. പണം കൈപ്പറ്റിയെന്ന് ആര്യാടൻ പിന്നീട് സ്ഥിരീകരിച്ചതായി കമ്മീഷന് മുമ്പാകെ സരിത. മന്ത്രിക്ക് നൽകിയത് ടീം സോളാറിന്റെ ഇടപാടുകാർ നൽകിയ പണമെന്നും വിശദീകരണം. ആര്യാടന്റെ അഭിഭാഷകർ നടത്തുന്ന ക്രോസ് വിസ്താരം തുടരും. 10 താമരക്കൊയ്ത്ത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റില്ലെങ്കിലും കാവിക്കൊടി പാലിക്കാൻ BJPക്ക് പാർട്ടി കേന്ദ്ര ഘടകത്തിന്റെ നിർദ്ദേശമെന്ന് റിപ്പോർട്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ സംസ്ഥാന ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗം തൃശൂരിൽ. BJP ഇക്കുറി ശ്രദ്ധ കേന്ദ്രീകരിക്കുക കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് 30,000 വോട്ട് കിട്ടിയ മണ്ഡലങ്ങളിൽ. അത്തരം 30 സീറ്റുകൾ തിരഞ്ഞെടുത്ത് കടുത്ത തന്ത്രങ്ങൾ മെനയാനും നിർദ്ദേശം. മുതിർന്ന സംസ്ഥാന നേതാക്കളെയെല്ലാം മത്സരത്തിന് പ്രതീക്ഷിക്കാവുന്ന തിരഞ്ഞെടുപ്പിൽ O. രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം കേന്ദ്ര ഘടകത്തിന്റേത്. ഗവർണർ പദവിയേക്കാൾ രാജഗോപാലിന് താൽപര്യം രാഷ്ട്രീയ പോരാട്ടമെന്നും സൂചന. സഭയിലും പാമുലിൻ കേസിൽ സഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയ കോടതി നടപടി ശരിയെന്ന് ഉമ്മൻചാണ്ടി. അഴിമതിയുടെ പേരിൽ നിരപരാധികളെ കൊടുക്കാൻ കൂട്ടുനിൽക്കില്ല. ഇടപാടിൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കരുണാകരനടക്കം എല്ലാവരും നിരപരാധികളാണെന്ന ബോധ്യം തനിക്കുണ്ട്. പാമുലിൻ കേസ് കരുണാകരനെ കൊടുക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയത്. കേസിന്റെ പേരിൽ 20 വർഷമായി ഉദ്യോഗസ്ഥരെ കുടുക്കിയിട്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി. പാമോലിൻ കേസ് ഉപയോഗിച്ച് കരുണാകരനെ വെട്ടാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടി എന്ന VS. മുഖ്യമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയെന്നും സഭയിൽ VSന്റെ പരിഹാസം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ ബഹളവും ബഹിഷ്കരണവും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.